കുഞ്ഞാലിക്കുട്ടിയുടെ രക്തം ഹൈന്ദവ രക്തമല്ല. കുഞ്ഞാലിക്കുട്ടിക്ക് മറ്റ് ഇന്ത്യക്കാരെ പോലെ മുഖ്യമന്ത്രിയാകാൻ അവകാശമില്ല. ഇന്ത്യൻ പാസ്പോർട്ടും ആധാറും ഉണ്ടായാൽ പോലും അയാൾ ഇന്ത്യക്കാരനല്ല. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ശശികല എന്ന് പറയുന്ന സവിശേഷമായ ജീവി ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും തിന്നുന്നതും എല്ലാം ആരെങ്കിലും ഒന്ന് പരിശോധിക്കുന്നതും, കൂടാതെ ആ രക്തവും രക്തത്തിൻ്റെ ഘടനയും മറ്റ് നമ്മുടെ ബോഡി ഫങ്ഷനിങ് മെക്കാനിസവും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ചില വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്യഗ്രഹ ജീവികൾ, അസാധാരണ ജീവികൾ, അശ്ലീല ജീവികൾ, അഴുക്ക് ജീവികൾ എന്നൊക്കെ പറയുന്നത് ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായും ഇറങ്ങിയിട്ടുള്ളതായും അറിയുമ്പോൾ ഇനി ഏതെങ്കിലും തലമുറയിലോ ഏതെങ്കിലും കാലത്തോ അത്തരമങ്ങാണം ഒരു സംഗതിയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഇന്ത്യക്കാരനാകാൻ ശശികലയുടെ അംഗീകാരം വേണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അശ്ലീലം എന്താണ്? പി.കെ. കുഞ്ഞാലിക്കുട്ടി ആരാണ് എന്നുള്ളതിന് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തർക്കമെല്ലാം വന്നപ്പോൾ ചില മനുഷ്യർ എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം ആകട്ടെ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ഞാനപ്പോൾ അതൊരു പരിഹാസമാണോ എന്നുള്ള തരത്തിൽ എടുത്തു ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഈ സെക്കുലറിസത്തിനും പുള്ളിയുടെ കാഴ്ചപ്പാടിനും പുള്ളിയുടെ കാര്യക്ഷമതയ്ക്കൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ ശശികലയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പേരുകളും വിശ്വാസവുമൊക്കെ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നതും ഈ പറഞ്ഞതുപോലെ അശ്ലീല ചിന്തകൾ മനസ്സിലുണ്ടാക്കുന്നതും ഒക്കെ ആണെന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ പറയട്ടെ, ശശികലയുടെ ഒരു ജനറ്റിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, ജനറ്റിക്കൽ ആങ്സിസ്ട്രി പഠിച്ചു നോക്കിയാൽ ശശികല ചിലപ്പോൾ ഇറാനിൽ പോകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരളക്കാരായ ഒത്തിരി ആളുകൾ, അതല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ഒരു ആങ്സിസ്റ്ററൽ റൂട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ മോർ ദാൻ 90% ഇറാനിയൻ നിയോലിത്തിക് ഫാർമേഴ്സായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് കുറേ ആളുകൾ ഇറാനിയൻ ഫാർമേഴ്സായിട്ട് വന്നിട്ട് ആ ഇറാനിയൻ ഫാർമേഴ്സാണ് പിന്നീട് ഈ പറഞ്ഞ പല ഘട്ടങ്ങളിലൂടെ 10,000 വർഷങ്ങളുടെയൊക്കെ ചരിത്രത്തിലൂടെ ഒക്കെ കറങ്ങി പിന്നെ നേരെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ എത്തിച്ചേരുന്നത്. അതിനെ ബുക്സ് അല്ലെങ്കിൽ സ്റ്റഡീസൊക്കെ തന്നെ പറയുന്നത് എനിഷ്യൻ്റ് ആങ്സിസ്റ്ററൽ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന ആ റൂട്ട് പരിശോധിച്ചാൽ അവർ ഒറിജിനലി ഹണ്ടർ ഗ്യാദറർ മൈഗ്രൻസ് ഫ്രം ആഫ്രിക്ക, ഇറാനിയൻ നിയോലിത്തിക് ഫാർമേഴ്സ്, സ്റ്റെപ്പി പാസ്റ്ററോളിസ്റ്റ്സ് എന്ന് പറയുന്ന ഇൻഡോ ആര്യൻസ് എന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം 7,000-10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞതുപോലെ പലായനം ചെയ്ത് കറങ്ങിത്തിരിഞ്ഞൊക്കെയാണ് ഈ ശശികല എന്ന് പറയുന്ന ഇന്നത്തെ ഈ അശ്ലീല വർത്തമാനങ്ങളുടെ ഒരു ജന്മത്തിലേക്ക് എത്തിച്ചേരുന്നതിന് തുടർച്ചയായ ആങ്സിസ്റ്ററൽ റൂട്ട്. അതുകൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി പാകിസ്ഥാനിൽ പോകണമെങ്കിൽ അതിനേക്കാൾ മുമ്പേ അത് പറയുന്ന ശശികല ഇറാനിൽ പോയിരുന്നു വേണം അത് പറയാൻ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോകണം. ആഫ്രിക്കയിൽ പോയാൽ തർക്കം വരില്ല. കാരണം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒറിജിൻ ആഫ്രിക്കയിൽ നിന്നാണെന്നാണ് ചരിത്രത്തിലുള്ളത്. ഇനി ആ ചരിത്രം ശശികല അംഗീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പഠിച്ച ചരിത്രത്തിലും നരവംശാസ്ത്രത്തിലും ഒക്കെ ഉള്ളത് അത് തുടങ്ങുന്നത് ആഫ്രിക്കയിൽ നിന്നാണെന്നാണ്. പിന്നെ ആഫ്രിക്കയിലൂടെ ഇറാനിലൂടെയൊക്കെ കടന്നു വന്നതാണ്. അത് കൃത്യമായി പരിശോധിച്ചാൽ നായർ, ഈഴവ, തീയ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള വിഭാഗങ്ങളുടെ ഒക്കെ വരവിൻ്റെ ചരിത്രം ഈ 7,000-10,000 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രത്തോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ജീവികൾക്ക് പോലും ഒരുപാട് സ്വഭാവ മാറ്റങ്ങളും വ്യതിയാനവും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പാരമ്പര്യത്തിൻ്റെ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ട ശശികലയ്ക്കൊന്നും ഒട്ടും മാറ്റം ഉണ്ടായിരുന്നില്ല എന്നത് നരവംശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പാകിസ്ഥാനിലേക്ക് വിടാം, അതിനു മുമ്പ് ആഫ്രിക്കയിൽ പോകണം ശശികല.